ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗുലാബ് ജാമുൻ ഇല്ലാതെ എന്ത് ദീപാവലി അല്ലേ? അപ്പോൾ ഞാനും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഇത്രയും സോഫ്റ്റായിട്ട് മുറിഞ്ഞ് വരുന്ന ഗുലാബ് ജാമുൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. പക്ഷേ ഇത് ഒരു ദിവസമേ ഞാനിപ്പോൾ ഇത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാലും നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് വേഗം തന്നെ വീഡിയോ കിടക്കാം. അര കപ്പ് മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു 1/4 കപ്പ് പാല്, 1 കപ്പ് പഞ്ചസാര, അര കപ്പ് വെള്ളം. ഇത്രയാണ് ആവശ്യം. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഈ പാൽപ്പൊടിയും പിന്നെ മൈദയും പിന്നെ ബേക്കിംഗ് പൗഡറും ചേർത്ത് നന്നായിട്ടൊന്ന് പൊടികളൊന്നും ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം, എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആവണം. അതിനുശേഷം ഈ എടുത്തു വെച്ചിരിക്കുന്ന പാലിൽ നിന്ന് ഓരോ ടേബിൾ സ്പൂൺ വീതം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഒഴിച്ച് ഒന്ന് തേച്ച് ഒന്ന് കുഴയ്ക്കാം. അപ്പം പാൽപ്പൊടിയാണ് നമ്മൾ വിചാരിക്കും പോലെ ഭയങ്കര പെട്ടെന്നങ്ങ് വല്ലാത്തൊരു ഇതിലോട്ട് മാറും. അപ്പം നമ്മളിത് അതിനനുസരിച്ച് ഇത് പാൽ ഇപ്പോൾ ഈ ഏകദേശം 1/4 കപ്പ് പാലും എനിക്ക് ഒരു ടേബിൾ സ്പൂൺ പാലും കൂടെ പിന്നെയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പം ഈ നെയ്യുണ്ടല്ലോ നമ്മുടെ കയ്യിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ചേർത്ത് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. വല്ലാത്തൊരു സ്റ്റിക്കിയാണ്. നമ്മൾ പാൽപ്പൊടി എന്ന് പറയുമ്പോൾ തന്നെ അറിയായിരിക്കും ഭയങ്കരമായിട്ട് സ്റ്റിക്കി ആയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചറും അങ്ങനെ തന്നെയാണ്, സ്റ്റിക്കി ആയിട്ടാണ് വരേണ്ടത്. ഇല്ലെങ്കിൽ പിന്നെ അത് നമ്മൾ ചെയ്താലും ശരിയാവില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ഇടിച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചിട്ട് ഇത് നമുക്കത് ഉരുട്ടാൻ പരുവാണോ നോക്കണം. നോക്കിയിട്ട് ഇത്രയും കയ്യിൽ എണ്ണമയം വെച്ചിട്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഒരു കണക്കിന് ഉരുട്ടിയെടുക്കണം. ഞാനിപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഉരുട്ടിയെടുത്ത് ഈ ഒരു സൈസിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് നല്ല വീർത്ത് വരും കേട്ടോ, അതുകൊണ്ടാണ്. ഇത്രയും മതി. ഇനി ഒരു ഷുഗർ സിറപ്പ് റെഡിയാക്കാനുണ്ട്. അപ്പം പഞ്ചസാരയും ആ വെള്ളം കൂടെ ചേർത്ത് ഞാനിപ്പോൾ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഉടനെ ചൂടാവട്ടെ. ഈ സമയം കൊണ്ട് എണ്ണ ഇവിടെ ചൂടായപ്പോൾ ഞാൻ നമ്മളെ ബോൾസ് ഒന്ന് ഇട്ട് ഈ ഒരു പരുവത്തിൽ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അവിടെ ഏകദേശം പഞ്ചസാര കലിഞ്ഞിട്ടുണ്ട്. ഈ സമയം ഇത്തിരി ഏലക്കപ്പൊടിയും പിന്നെ വീട്ടിലുണ്ടാക്കിയ റോസ് സിറപ്പാണ്. എൻ്റെ കയ്യിൽ ഗുലാബിൻ്റെ ഇതില്ല, എസൻസ് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയ ശരിക്കും പൂവിലുണ്ടാക്കിയ റോസ് സിറപ്പാണ്. അപ്പോൾ അത് തന്നെ ഞാൻ ചേർക്കുകയാണ്. അപ്പോൾ അതിനാകുമ്പോൾ കളറും ഉണ്ടാവും, അതിൻ്റെ റോസിൻ്റെ മണവും കിട്ടും. ഇത് വീട്ടിലുണ്ടായി, ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്, നോക്കിയാൽ മതി അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ കളറും ബീട്രൂട്ട് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വീട്ടിലെ പൂവാണ് എടുത്തിരിക്കുന്നത്, റോസാപ്പൂവാണ്. അപ്പോൾ അതുകൊണ്ട് ഒറിജിനലാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെ ഞാൻ ചേർക്കുകയാണ്. ഇനി ഇവിടെ എല്ലാം ഞാൻ വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഷുഗർ സിറപ്പ് ഏകദേശം ഒന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇതിനെ ഒന്ന് കുറച്ച് നേരം ഏകദേശം ഒരു 5-6 മണിക്കൂറെങ്കിലും ഇതൊന്ന് വെച്ചെങ്ങനെ, എങ്കിലും ഇതിനകത്ത് ഷുഗർ സിറപ്പൊക്കെ പിടിച്ച് നല്ല കുതിർന്ന് വരുള്ളൂ. അതുവരെ നോക്കാം കേട്ടോ. ഒരു ദിവസം ഞാൻ വെച്ചതിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്, നല്ല സോഗിയായിട്ട് ഇരിപ്പുണ്ട്. ഇനി അതിൽ കുറച്ച് ഒരു ഗോൾഡൻ ഫ്ലേക്സ് ഞാൻ ഇപ്പോൾ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് ഞാൻ കാണിക്കാം കേട്ടോ. ഇത്രയും നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു രീതി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ എടുക്കണം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, ആൻഡ് ഓൾസോ താങ്ക് ഫോർ വാച്ചിങ്.